ഇനി നമ്മൾ പ്രധാനപ്പെട്ട ആ കേവിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗുണ കേവിന്റെ ഒക്കെ ഒരു ഏകദേശം രൂപം വരുന്ന അല്ലെങ്കിൽ അതിനേക്കാളും അഡ്വഞ്ചർ ആയിട്ടുള്ള കാഴ്ചയിലേക്ക് ഇതിലെങ്ങനെ വരണം എന്നുള്ളതാണ്. വാ വാ വാ. അയ്യോ, ഇവിടെ എത്തുമ്പോ തന്നെ പേടിയാവുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന, കാണാൻ ആകാംക്ഷയോട് കാത്തിരുന്ന ഗുണ കേവ്. ഓ എന്റെ മക്കളെ, നമസ്കാരം. എല്ലാവർക്കും ജിദ്ദൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണല്ലോ അല്ലെ. മഞ്ഞുമ്മൽ ബോയ്സ് പടം കണ്ടവരായിരിക്കും നമ്മൾ പലവരും. അപ്പൊ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു നടന്നൊരു കഥയാണ്. കൊടൈക്കനാലില് ഗുണ കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് കുട്ടികൾ കാഴ്ച കാണാനായിട്ട് പോവാണ്. അങ്ങനെ അതിനകത്ത് ഒരു യുവാവ് ഈ ഗുഹയിലേക്ക് അഗാധമായ ഗർത്തത്തിലേക്ക് വീണു പോവാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ അയാളുടെ ഒരു ആത്മസമർപ്പണം കൊണ്ട് ആ ഗുഹയിലേക്ക് ഇറങ്ങി അയാളെ തിരിച്ചെടുക്കുന്ന കഥയെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ പശ്ചാത്തലമാക്കി ചെയ്തിട്ടുള്ള ചിത്രമാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ആ ചിത്രം. അപ്പോൾ അത് ഈ പടം റിലീസ് ആയതിനു ശേഷം ഈ ഗുണ കേവ്, അതായത് കൊടൈക്കനാലിലെ ഗുണ കേവിലേക്ക് ഒരുപാട് സഞ്ചാരികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും അഡ്വഞ്ചറായ, ഇതിനേക്കാളും കാഴ്ചകളുള്ള ബഹുരസമായ ഒരു അഡ്വഞ്ചർ ഗുഹകള്, അല്ലെങ്കിൽ ഒരു ഗുഹയല്ല ഒരുപാട് ഗുഹകൾ നമ്മുടെ വയനാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ വയനാട്ടുകാർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗുഹ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഗുഹയുടെ പേര് എന്ന് പറഞ്ഞാൽ വണ്ടർ കേവ്സ് എന്നാണ്. ഒരുപാട് ഗുഹകളാണ്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാല് വയനാട്ടിലെ മുക്കംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് മുട്ടിലിനടുത്ത്. രണ്ട് വഴിക്ക് ഇങ്ങോട്ട് വരാം. കോഴിക്കോട് നിന്ന് വരുന്നവരാണെങ്കിൽ മേപ്പാടിയിൽ നിന്ന് കട്ട് ചെയ്ത് ഈ മുക്കംകുന്നിലേക്ക് വരാം. അല്ല നമ്മൾ സുൽത്താൻ ബത്തേരി, മൈസൂർ, ബാംഗ്ലൂർ എന്നൊക്കെയാണ് വരുന്നവരാണെങ്കിൽ മുട്ടലിൽ നിന്ന് കട്ട് ചെയ്തും ഇങ്ങോട്ട് വരാന്നുള്ളതാണ്. ഞാൻ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരുപാട് വൈവിധ്യങ്ങളാണ് ഈ ഗുഹകളിലുള്ളത്. കാരണം ഒരുപാട് നമ്മൾ കാണാത്ത തരത്തിലുള്ള സസ്യലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. അതുപോലെ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ. ഏത് ചൂടത്തും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര എയർ കണ്ടീഷനാണ്. നമുക്ക് തണുത്ത കാറ്റും കോടമഞ്ഞും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് കാണാം. അപ്പൊ ഞങ്ങളും കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് നമ്മുടെ വയനാട്ടിലെ ഗുണ കേവിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെയ്യുന്നൊരു ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കേ, അപ്പൊ നമ്മൾ ഈ വണ്ടർ കേവ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഉപ്പുപാറ എന്നൊരു 700 മീറ്റർ ആണ് ഈ വണ്ടർ കേവ്സിലേക്ക് ഉള്ളത്. ഈ ഉപ്പുപാറ എന്ന് പറയുന്നത് നമ്മൾ മേപ്പാടിയിൽ നിന്നാണെങ്കിലും മുട്ടിലിൽ നിന്നാണെങ്കിലും ഉപ്പുപാറ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പൊ ഈ വണ്ടർ കേവ്സിന്റെ ഇവിടുത്തെ ഓണർ എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ നമുക്ക് പരിചയപ്പെടാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എബ്രഹാം. അപ്പൊ ഈ ചേട്ടന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാല്ലേ. ആദ്യം തന്നെ നമുക്കൊന്ന് ചേട്ടനോട് ചോദിച്ചോ, ഒന്ന് പരിചയപ്പെട്ടോ എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ. ഇത് എത്ര വർഷമായി നമ്മളിവിടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി? പ്രോപ്പർട്ടി 20-25 വർഷമായിട്ട് പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടാതെ തന്നെ ഇത് നമ്മൾ ഒരു 10-15 വർഷമായിട്ട് ടൂറിസ്റ്റുകൾക്കായിട്ട് നമ്മളിത് ആളുകൾക്ക് വന്ന് കാണാനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ എന്താ പറയാ, ഈ അടുത്ത കാലത്ത് കൊറോണയുടെ ഒരു ഇടക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അത്യാവശ്യം നന്നായിട്ട് ഗസ്റ്റുകൾ വന്നോണ്ടിരുന്നതാണ്. പിന്നെ ഇത് കാണാനുള്ള 100 കണക്കിന് ഗുഹയുള്ളതുകൊണ്ട് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് കാണാൻ വരുന്ന ഗ്രൂപ്പുകളും. അപ്പൊ അതിന് കണക്കാക്കി ബുക്ക് ചെയ്തിട്ടാണ് സാധാരണ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പുതിയ 2-3 പാക്കേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് വരാൻ പറ്റുന്ന പാക്കേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അതുപോലെ അഡ്വഞ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എക്സ്പ്ലോറിംഗ് സൈറ്റുകളിലേക്കുള്ള പുതിയ പാക്കേജുകൾ അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി ഗുഹകളും കാര്യങ്ങളും ഉണ്ട്. ഒത്തിരി വേണമെങ്കിൽ ഒരു നോർമലായിട്ട് കാണാൻ 1 മണിക്കൂർ മുതൽ വേണമെങ്കിൽ 1 ദിവസം 2 ദിവസം കാണാനുള്ള കാഴ്ചകൾ ഇവിടെ നമുക്കുണ്ട് മൊത്തം പ്രോപ്പർട്ടിയിൽ. അപ്പൊ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ കേവ്സ് എന്ന് പറയുന്ന ആശയം എങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞാൽ? കേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഇതിലെ പ്രത്യേകത കണ്ടിട്ട് നമ്മളിതൊരു കോറി തുടങ്ങാന്നുള്ള പർപ്പസിൽ വാങ്ങിയതാണ്. അത് കാട് വെട്ടി വരുമ്പോൾ തന്നെ ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കുകയും പിന്നെ ഇത് കുറെ എക്സ്പെർട്സിനെ കൊണ്ടുവന്ന് കാണിച്ച് അപ്പൊ അത് കഴിയുമ്പോൾ ഇത് എവിടെ ഇല്ലാത്ത സംഭവങ്ങളാണെന്ന് മനസ്സിലായി. പിന്നെ ഇതിന്റെ ഒരു ക്ലൈമറ്റ് പോലും ഒരു സെൻട്രലൈസ്ഡ് AC ആണ്. മൊത്തം സ്ഥലം ഏറ്റവും ടോപ്പ് വരെ താഴെ മുതൽ മുകളിൽ വരെ AC ആണ്. നാച്ചുറൽ ക്രിയേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ എല്ലാ കുറെ വ്യത്യസ്തതകൾ ഒന്നിച്ചോ ഉള്ളപ്പം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിന് മറ്റൊന്നും നോക്കിയില്ല. ടൂറിസത്തിന്റെ ഒരു 84 മുതൽ ഞാൻ ടൂർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എവിടെയും കാണാത്ത സംഭവമായിരുന്നു. നമ്മൾ എന്തായാലും കുറെ റിസ്ക് എടുത്ത് ഇപ്പോഴും റിസ്ക് എടുത്താൽ മുന്നോട്ട് പോകുന്നത്. കാരണം അതിൻ്റെതായ ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയി വരുന്നുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ ട്രെൻഡ്. അപ്പൊ വയനാട്ടുകാർക്ക് ഇവിടെ ഒരു മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഗുണ കേവിനേക്കാളും അഡ്വഞ്ചർ ആയ ഒരു സംഭവം സമ്മാനിച്ചതിൽ
ഒരുപാട് താങ്ക്സ്. Thanks. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ. ട്രക്കിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വയനാട്ടിലെ മഞ്ഞുമൽ ബോയ്സിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഞങ്ങളാണ് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. നമുക്ക് പേര് ഇവര് തന്നെ പറയും. പേര് പറഞ്ഞു. എന്റെ പേര് സംഗീത്. സംഗീത്. പേര് നിധി. പേര് നിതിൻ എന്നാണ്. അപ്പൊ സംഗീതിനെ ചിലപ്പോൾ നമ്മുടെ ചാനലിലൂടെ പലർക്കും അറിയാം. കാരണം നമ്മുടെ ക്യാമറാമാനാണ്. നമ്മുടെ പല വീഡിയോയിലെയും അണിയറ പ്രവർത്തനമൊക്കെ സംഗീതമാണ്. അപ്പൊ ക്യാബ്സിലേക്ക് പോകുന്നതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പൊ ഇതുണ്ടോ, ആദ്യം നമുക്ക് കുറച്ച് സ്റ്റിക്കുകളുണ്ട്, കുത്തിപ്പിടിച്ച് നമുക്ക് പോകണം. അതുപോലെ അതിന്റെ ഗുഹേന്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാട്ടോ, ചൂടുള്ള സമയമാണ്. നമുക്കറിയില്ല, മീനമാസമൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ താഴെ ആ എൻട്രൻസിൽ നിന്ന് ഈ ക്യാബ്സിലേക്കുള്ള ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണെന്നുള്ളതാണ്. എന്താണെന്നറിയോ, നല്ല സൂപ്പർ എയർ കണ്ടീഷൻ രീതിയിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഈ ക്യാബ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ താഴെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ തണുപ്പ്. ഇത് തണുപ്പൊന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ വന്ന് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എക്സാം ടൈം ആണല്ലോ കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ആളുകൾ കുറവായിട്ട് കാണുന്നത്. അടുത്ത ആഴ്ച തൊട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പോൾ നിങ്ങൾ വയനാട് കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടർ കേവ് മിസ്സാക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ ട്രെൻഡും കൂടിയാണിത്. വളരെ അപൂർവമായ ഒരുപാട് ഇനം സസ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോക്കാരനാണെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ ഇതിനകത്ത് പറയുന്നത് മെക്സിക്കോ പെപ്പർ ലീഫ് എന്നാണ്. കണ്ടോ, ഇത് ഗൂഗിളിൽ കിട്ടിയതാണ് നമുക്ക്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മണി പ്ലാന്റ്സുകളാണ് ഈ മരങ്ങളിലൂടെ, ഈ പാറക്കെട്ടുകളിലൂടെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതെന്നുള്ളതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണം കേട്ടോ ഇപ്രാവശ്യം. അത് എന്താ വെച്ചാൽ എന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്യാബിലേക്ക് ഇറങ്ങുകയാണ്. എന്താ നോക്ക്, എന്താ ഇവിടുത്തെ കൂളിങ്ങിന്റെ മക്കളെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. എന്താ സുഖം എന്നറിയോ. നമ്മൾ ഈ ഗുഹയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു എക്സ്പ്ലോറിംഗ് സൈറ്റ് ഉണ്ട്. 8ഓളം എക്സ്പ്ലോറിംഗ് സൈറ്റുകൾ ഉള്ളതാണ്. അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഇത് എത്ര താഴ്ചയിലേക്കാണെന്നറിയോ പോയിരിക്കുന്നത്. നമുക്ക് എത്തില്ല, ലെൻസ് ഒന്നും അങ്ങോട്ട് എത്തൂല. ഈ ക്യാബിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സൂര്യപ്രകാശം കൊണ്ട് എത്തുക പോലുമില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു രീതി കണ്ടോ, എന്താ ഭംഗി നോക്ക്. ഇതിന്റെ മുകളിൽ സൂര്യപ്രകാശം വരുന്ന കുറച്ച് വഴി കാണിച്ചു തരാം. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് നമുക്കറിയില്ല. നിങ്ങളിത് വന്ന് കാണുക. ഞാനിത് പറയുന്നതിൻ്റെ ഒരു 10%, ഈ കാണുന്നതിൻ്റെ 10% പോലും നിങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അത്രയും അഡ്വഞ്ചറായ, ഭംഗികരമായ, ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗുഹ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഈ ഗുഹ ഇവിടെ കൊണ്ട് തീർന്നു വന്നല്ലേ? പക്ഷേ തീർന്നിട്ടില്ല. ഇവിടെ ഒരു വിശാലമായൊരു ഷോറൂം ഉണ്ട്. അവിടേക്ക് നമുക്കൊന്ന് കുനിഞ്ഞ് നൂണ്ട് കിടക്കണം എന്നുള്ളതാണ്. അയ്യോ ഇതുകൊണ്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഏരിയയാണ്. അപ്പോൾ മുകളിൽ കുറച്ച് സൂര്യപ്രകാശമൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, എന്താ രസം നോക്ക്. അപ്പോൾ അവരൊക്കെ ലൈറ്റൊക്കെ വെച്ചിങ്ങോട്ട് വരുന്നുണ്ട്. സംഗീതം ഇങ്ങോട്ട് പോര്. ഇനി നിങ്ങൾക്ക് വേറൊരു രീതി കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണൽ പൊടിയുന്നുണ്ടോ, ഇങ്ങോട്ട് മുകളിലേക്ക് വരും തോറും ഇത് ഹാർഡായി. അപ്പോൾ ഇത് ശരിക്കും ഈ മണ്ണിന് രൂപമാറ്റം സംഭവിച്ച്, ആയാന്ത്രികം സംഭവിച്ച് അത് ഹാർഡായി പാറയായി മാറുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മുകളിലേക്ക് വരുമ്പോഴുണ്ടോ നല്ല ടൈറ്റ്, നല്ല തിക്നെസ് കൂടിയ, ടമ്പർ കൂടിയ പാറയായി മാറി എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇതിനകത്തൊക്കെ ഈ പാറയുടെ കണ്ടന്റ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ശരിക്കും ഇതിന്റെ ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെ ടൈറ്റായി പാറയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇനി അടുത്തതായിട്ട് കയറാൻ പോകുന്ന കേവാണിത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പാറയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ അടുത്ത് നമ്മുടെ സുഹൃത്ത് നിൽക്കുന്നുണ്ടോ? ഈ എന്താ നോക്ക്, നമ്മൾ വന്ന വഴികളാണിത്. ഇതിലേ വന്നിട്ട് വേണം ഇതിലേക്ക് കയറാൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് എത്തും. ഈ ഗ്യാവിന്റെ ഉള്ളിൽ കൂടെ വേറൊരു എക്സ്പ്ലോറിംഗ് റൂട്ടാണ്. അയ്യോ ഇതെന്താണോ. ഇനിയിപ്പോ നമ്മൾ ഈ റൂട്ടിൽ കൂടെയാണ് കയറാൻ പോകുന്നത്. ഇതുണ്ട്, എല്ലായിടെങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാലേ നമുക്കിത് കയറാൻ പറ്റുള്ളൂ ഇതിന്റെ ഉള്ളിലേക്ക്. അയ്യോ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, വെളിച്ചത്തിന്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് എത്തണം. അയ്യോ എങ്ങനെയുണ്ട്, സാധനം അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾ മറക്കണ്ട, വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിൽ, അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്നുള്ളതാണ്. ഈ കേവിന്റെ ഉള്ളിലെ ഒരു പ്രത്യേകത ഉണ്ട്. ഹെവി അഡ്വഞ്ചർ എക്സ്പ്ലോറിംഗ് റൂട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഹെവി അഡ്വഞ്ചറിനായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾക്ക് പോകാനുള്ള ഒരു റൂട്ടാണ്.
അപ്പൊ ഇതിന് ഒരു എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിലെ പിന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറണം. അയ്യോ ഇനിയിപ്പോ ഇറങ്ങാൻ പറ്റാതെ ആവോ? മഞ്ഞുമൽ ബോയ്സ് തന്നെ ആവോ അപ്പോ? ഇതുണ്ട്, ഇതിന്റെ മുകളിലൊരു ഒരു പ്രത്യേക രീതിയാണ്. ഇതുണ്ടോ, അയ്യോ ഇതാ ഇതിലെ ഇങ്ങനെ കയറി പോണം എന്നാ. ഇനി ഇതിലേക്ക് മുകളിൽ കുറെ പോവാണ്ട്. അപ്പൊ അത് റോപ്പൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ കയറാവുന്നതാണ്. പക്ഷെ അതിന് പിന്നെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരണം. നമ്മൾ കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് 100 കണക്കിന് കേവുകൾ ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. മിനിമം നമ്മളിത് കംപ്ലീറ്റ് കണ്ടിറങ്ങണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും എന്നുള്ളതാണ്. പിന്നെ അഡ്വഞ്ചർ എക്സ്പ്ലോറിങ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ദിവസം റെഡിയാണ്. അതുകൊണ്ട് ഇതിലേക്ക് കയറുന്നൊരു ഭീകര അന്തരീക്ഷം കാണിച്ചു തരാം. അമ്പ എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുക മക്കളെ. അമ്പോ നല്ല പണി തന്നെയാണ്. അതിലുപരി നമുക്ക് കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് പഴമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടായ സാധനം. ഇവർ വിചാരിക്കും ഇവരോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ കൊണ്ടുവന്നത്. ഇതങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഞങ്ങളൊരു ചെറിയ പഴമൊക്കെ കഴിച്ച് നല്ല റോബസ്റ്റാ. വയനാട്ടുകാരായിട്ട് വയനാട്ടുകാരായിട്ട് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമുക്ക് ആകെ അറിയുന്നൊരു പിന്നെ വേണ്ട. അപ്പൊ നമ്മള് അപ്പൊ അതിനെക്കാട്ടി എത്രയോ എന്താ പറയാ ഒരുപാട് കാണാനുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ വന്ന് കണ്ടാലേ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം. നമ്മൾ പറഞ്ഞില്ലേ അത്യപൂർവമായ ഒരുപാട് സസ്യങ്ങളുണ്ടെന്ന്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ കൂണുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതുണ്ടോ, ചുമന്നൊരു തരം കൂണുകൾ. എന്താ നോക്കുക ഇതിന്റെ ഭംഗി. ഇത് കുറേ മുകളിലാണ് നമ്മൾ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നതാണിത്. എക്സ്പ്ലോറിംഗ് 3 എന്ന് പറയുന്ന റൂട്ട്. ആ ഇവിടെ ഉണ്ടോ, നമ്പറൊക്കെ ഉണ്ട്. എക്സ്പ്ലോറിംഗ് 3 അല്ലേ? 3 പോകുന്ന റൂട്ടാണ്. ആരോ മാർക്ക്. ഓ അതുപോലെ തന്നെ ഫോഗ് ഫോമിംഗ് കേവ്. ആ പിന്നെ ഒരു പേരാല്, ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പേരാല്. അതൊക്കെ കാണാനാണ് ഉള്ളിൽ. ഇത് എന്താ ശരിക്കും ഇത് ക്രീപ്പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇവിടെ നോക്കുക. ഇത് പുറവശം ഉണങ്ങിയതാണ്. ഇതിന്റെ ഉള്ളു പച്ചയാണ്. എന്ന് പറഞ്ഞാല് ഇത് ചൂട് കാലത്ത് ഇതിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ കേടാകാതിരിക്കാൻ വേണ്ടി നാച്ചുറൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ഓരോന്നും ഇങ്ങനെ ഇൻസുലേഷൻ പോലെ പ്രകൃതി തന്നെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓ എന്താ നോക്കുന്നുണ്ടോ, എന്ത് രസം നോക്കാം. നമ്മളെ ഈ വിൻഡോ ഡെക്കറേഷൻ ഒക്കെ അല്ലേ, അവിടെയൊക്കെ നമ്മളിങ്ങനെ ഈ കർട്ടന്റെ രീതിയിൽ ചെയ്യില്ലേ, ബാംബു കർട്ടൻ, അതിന്റെ ഒക്കെ വേറൊരു മെത്തേഡ് അല്ലേ. ഇതിൽ കൂടുതലുണ്ടോ ഇങ്ങനെ നമ്മൾ. അയ്യോ ഇതിലിപ്പോ വരണമെങ്കിൽ കുറച്ച് പണിയാണല്ലോ. അയ്യോ ഇതാ ഇങ്ങനെ വരണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അടുത്ത ഏരിയയിലേക്കാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ അഡ്വഞ്ചർ, അതിന്റെ സുഖം. ഇതുണ്ട് എന്താ നോക്ക്, ചെറിയ ഒരു എക്സ്പ്ലോറിങ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുണ്ടോ, ഇതിലേക്ക് കയറണം. അയ്യോ എന്താ നോക്കുന്നുണ്ടോ, ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വരുന്നുണ്ട് മക്കളെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇതുണ്ടോ, ഈ ചെറിയ ഗുഹയിലൂടെയാണ് നമ്മൾ ഇനി കയറി വരുന്നത്. എന്താ നോക്ക്, അടിപൊളി അല്ലേ? നല്ല അഡ്വഞ്ചർ കാഴ്ചയും അഡ്വഞ്ചർ ഒരു യാത്രയും പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഇതേപോലുള്ള വള്ളികളിലൊക്കെ പിടിച്ച് വലിഞ്ഞു കയറണതിനകത്തേക്ക്. ഇഞ്ചക്കുടിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇഞ്ചക്കുടിൽ, ഇതാണ് ഇഞ്ച എന്ന് പറയുന്ന ചെടി. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സോപ്പായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ചകിരി ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഇതിന്റെ വള്ളി ഇടിച്ച് ചതച്ചിട്ടൊക്കെയാണ് നമ്മൾ താളി ഷാമ്പു ഒക്കെ പോലെ ഉപയോഗിച്ചിരുന്നത്. ആ ഇഞ്ചിയാണ്. ഇതിന് ശരിക്കും മുള്ളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ മൂത്തതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് വലിയ മുള്ളുണ്ട്. അയ്യോ മുള്ളുണ്ട്. അനുഭവിച്ച് തന്നെ അറിയുന്നതാണല്ലോ നല്ലത്. അപ്പോ ഇതിലേ കയറൽ നടക്കൂല. നമുക്ക് നേരെ ഇപ്പുറ വഴി കൂടെ വരാം. ഇതിലെ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കണ്ടോ എന്താ നോക്ക്, ഭയങ്കര ഒരു അഡ്വഞ്ചർ. ഇതൊരു വലിയൊരു പേരാലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ വേരുകൾ കണ്ടോ. ഇതിപ്പോ പാറപ്പുറത്താണ് ഈ പേരാൽ നിൽക്കുന്നത്. ഒരു 300 അടി താഴ്ചയിലേക്ക് നമ്മൾ ഇറങ്ങിയാലാണ് ശരിക്കും മണ്ണും വെള്ളവും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ കണ്ടില്ലേ നേരത്തെ എക്സ്പ്ലോറിങ് പിന്നെ റൂട്ട് എന്നൊക്കെ പറഞ്ഞ്, അതിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് വേര് പോയിരിക്കുന്നത്. അവിടെ ചെന്നാൽ മാത്രമേ വെള്ളവും അതിന് അനുയോജ്യമായ മണ്ണും കിട്ടുള്ളൂ. അപ്പൊ അത്രയും ലെങ്ത് താഴേക്ക് വേരിറങ്ങിപ്പോയിരിക്കുന്ന ഒരു അത്യപൂർവമായ കാഴ്ച. ഇനി അടുത്ത കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. 100 കണക്കിന് കേവുകളാണ് ഇവിടെ ഉള്ളത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അടുത്തൊരു കേവിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല പണിയാണ് ഇതിലേക്ക് ഇറങ്ങാൻ. കണ്ടോ
എന്താ ഇതിലേക്ക് ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നല്ല കൂളിംഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല ഗംഭീരമായ കൂളിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് അനുഭവിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. നമ്മുടെ അബ്രഹാം ചേട്ടൻ നമ്മുടെ ഗൈഡ് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് കയറി നോക്കാം. ഇത് എന്താ നോക്കി നോക്കുക നിങ്ങൾ. ഇതുണ്ടോ, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോയി കുടുങ്ങി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഏരിയ ആണ്. ഇവിടെ ഒക്കെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? എന്താണെന്നറിയോ, ലൈറ്റ് വേണ്ടി വരുമോ? അയ്യോ, ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകം. ഇതുണ്ടോ, വിശാലമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിത്, ഇത് എവിടെയാ സ്ഥലം? മറ്റേ മണി പറഞ്ഞത് എവിടെ എത്തിയ ചൊവ്വേലോ? ഇതിലേ നമുക്ക് ഇതുണ്ടോ, പിന്നെ ഇത് അങ്ങനെ കേറാം നമുക്കിതിലെ. നൈറ്റ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഏരിയ ആണല്ലേ? ഓ, ഇവന്റുകൾ. ഓ, അത് ശരി. നൈറ്റ് സ്റ്റേ ഇവന്റുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നോക്കിത്, ഈ കല്ലൊക്കെ നിൽക്കുന്നുണ്ടോ? അടിപൊളി ഏരിയ കേട്ടോ. നല്ല റിസ്ക് എന്ന് പറയാണ്ടോ. ഇതുണ്ടോ, ഞാൻ താഴേക്ക് നമ്മൾ ഇറങ്ങണം. അമ്പോ, എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ഒരു അനുഭൂതി കേട്ടോ. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സ്ഫോടനത്തിലാണ് ഇത് കല്ലുകൾ വിഘടിച്ച് അല്ലെങ്കിൽ ചെതറി ഇങ്ങനെ ഒരു ഗുഹയായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം 30,000 വർഷം എന്ന് പറയുന്നത് ഇടയ്ക്കൽ ഗുഹയുടെ ചരിത്രമാണ് കേട്ടോ. അപ്പൊ ഏകദേശം ആ കാലഘട്ടത്തിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഗുഹകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നോ എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്കില്ല. എടക്കൽ ഗുഹേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ലിപികൾ, ചിത്രപ്പണികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട്. പക്ഷെ ഇവിടെ ജീവിച്ചിരുന്നു എന്നും പറയാൻ പറ്റില്ല, ജീവിച്ചിട്ടുണ്ടോന്നോ ജീവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ഉണ്ടാവാം, വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വലിയൊരു ഗുഹയുണ്ട്. താഴേക്ക് അതിന്റെ ഡെപ്ത് എത്രയാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അതിനകത്തേക്കൊക്കെ അങ്ങ് വീണ് പോയാണ്ടല്ലോ പിന്നെ നോക്കണ്ട. ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താ, ഞാൻ നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു ടൈറ്റാനിക്കിന്റെ ഒരു വ്യൂ കാണുന്നില്ലേ? ടൈറ്റാനിക്കിന്റെ ആ അടിവശം, കപ്പലിന്റെ, ടൈറ്റാനിക് നല്ലൊരു കപ്പലിന്റെ അടിവശം. ഇതിന്റെ മുകളിലേക്ക് നോക്കിയേക്ക്. നമ്മൾ താഴേന്ന് എടുക്കുന്നത്, എന്നിട്ട് പോലും നമ്മുടെ ലെൻസിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വലിയൊരു കപ്പലിന്റെ ഒരു ഫ്രണ്ട് നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞാൽ അങ്ങ് എഡ്ജിലായിട്ട് ഒരു ഫാൻറ്റത്തിന്റെ മുഖംമൂടി നമുക്ക് കാണുന്നുള്ളതാണ്. ഇത് കാണുന്നില്ലേ, ഫാൻറ്റത്തിന്റെ മുഖംമൂടി അടിപൊളിയായിട്ട്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ആ കേവിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഗുണ കേവിന്റെ ഒക്കെ ഒരു ഏകദേശം രൂപം വരുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും അഡ്വഞ്ചർ ആയിട്ടുള്ള കാഴ്ചയിലേക്ക് ഇതിലെങ്ങനെ വരണം എന്നുള്ളതാണ്. വാ വാ വാ. അയ്യോ, ഇവിടെ എത്തുമ്പോ തന്നെ പേടിയാവുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന, കാണാൻ ആകാംക്ഷയോട് കാത്തിരുന്ന ഗുണ കേവ്. ഓ എന്റെ മക്കളെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ടിരുന്ന ആ ഗുണ കേവിന്റെ ഒരു അതിനേക്കാളും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിന്റെ താഴ്ച എത്ര ഉണ്ടെന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആ ആളെ നോക്കണ്ട എന്നുള്ളതാണ്. എങ്ങനെ എടുക്കാൻ പറ്റും? ഫയർഫോഴ്സ് വന്നാൽ പോലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടോ, ഇത്രയുള്ള ഒരു ഏരിയ ആണ് ഇത്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഈ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇവിടെ വന്ന് തന്നെ അനുഭവിക്കണം. ഇതിന്റെ ഒരു വ്യാപ്തി കണ്ടോ. ഒരു കുറച്ച് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടോ, ഒന്നും കൂടെ കാണാം നമുക്ക്. എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമുക്ക് മനസ്സിലാവില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വന്ന് നേരിട്ട് കാണുന്ന ഈ അഗാധമായ ഗർത്തം. നമ്മൾ വള്ളിയിലൊക്കെ തൂങ്ങി നിന്നിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് മാക്സിമം ആണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോയി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ടീം നമ്മളായിരിക്കും. ഇതുണ്ടോ, അതിന്റെ ഒരു അവസ്ഥ നോക്ക്, എത്രയാന്നുള്ളത് ഉണ്ടോ. ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ ഏരിയയിലെ ഗേവാണിത്. ഇതുണ്ടോ, ഈ ഏരിയ കൂടെ നമുക്ക് പോകണം. വെളിച്ചത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അയ്യോ, ഇതുകൊണ്ട് ഈ ഒരു ഇടയിലൂടെ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞ കേവിന്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ ഗുണ കേവിന്റെ അതേ അഡ്വഞ്ചർ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഭീകരത തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് എങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അത് മുകളിൽ നിന്ന് എടുക്കുമ്പോഴാണ് അതിന്റെ കൂടുതൽ അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞത് കണ്ടോ, ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഗുഹ ഉണ്ടോ ഇങ്ങോട്ട് ഇനിയിപ്പോ ഇത്രയും നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ പോയാൽ
നമ്മളെ എടുക്കാൻ ഇനി ആരെങ്കിലും വരേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിലെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സിനിമ ഇറങ്ങേണ്ടി വരും. ഇനി നമുക്ക് പോകാനുള്ളത് ഇതിന്റെ ടോപ്പിലേക്കാണ്, വ്യൂ പോയിന്റിലേക്കാണ്. ഒരു അടിപൊളി ഏരിയ ആണ് വ്യൂ പോയിന്റ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വയനാടിന്റെ 60% സ്ഥലങ്ങളും കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ മൂടൽമഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അത്ര ക്ലിയർ ആവില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. വാ, ഈ വലിയ പാറ ഇനി നമ്മൾ കയറണം എന്നുള്ളതാണ്. അയ്യോ, ഇപ്പൊ തന്നെ ടയേർഡായി. ഇതിന്റെ ഒരു വലിപ്പം കണ്ടോ? ഇതിലേക്ക് കയറണമെങ്കിലാണെങ്കിൽ കുറച്ച് പണിയാണ്. എൻ്റെ മക്കളെ, ഇനിയും കയറാണ്ട്. എവിടെ എത്തിയറിയോ? അമ്പോ, ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ടോപ്പിലെത്തി. ഇതവിടെ ഇവിടെ വരെ നമുക്ക് മൈക്കിന്റെ റേഞ്ച് കിട്ടുന്നുണ്ടോ അറിയില്ല. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാം. ടോപ്പിലെത്തി വ്യൂ പോയിന്റിൽ. ആ കാണുന്ന ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടോ? ചെറുതായിട്ട് കാണുന്ന ബിൽഡിംഗ്, ചെറിയ ബിൽഡിംഗ് അല്ല, അത് വിംസ് ഹോസ്പിറ്റലാണ് വയനാട്ടിലെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഡല്ലൂരിന്റെ ചില ഭാഗങ്ങൾ കാണാം. ഇങ്ങനെ കാരാപ്പുഴയുടെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ കാണാം. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് എടക്കൽ ഗുഹ, എടക്കൽ ഗേവ് കാണാം, അമ്പൂത്തി മല കാണാം. അത് കഴിഞ്ഞാൽ ഈ സ്പോട്ടാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. നമ്മൾ എത്ര ദൂരത്താണ് നിൽക്കുന്നതെന്ന് അറിയോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരാപ്പുഴ, ശരിക്കും കാരാപ്പുഴ ഡാമുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന പില്ലർ റോക്ക് കാണാം. ഇതിന്റെ മുകളിൽ ഇതുണ്ട്, ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്ന പില്ലർ റോക്ക്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് മണിക്കുന്ന് മല എന്ന് പറയുന്ന ഒരു മല കാണാം. വയനാട്ടിലെ 3ാമത്തെ ഉയരം കൂടിയ മലയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ 24-ാം തീയതിയാണ് ഉത്സവം. നമുക്ക് കഴിയുമെങ്കിൽ 24-ാം തീയതി അവിടെ പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ കാഴ്ചകൾ? ഇത്രയും കണ്ടിട്ട് എന്ത് പറയാനുണ്ട്? എങ്ങനെയുണ്ട്? പറയാൻ വേറെ വാക്കുകൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മുടെ എല്ലാ വീഡിയോയിലും നമുക്ക് പറയാൻ വാക്കുകൾ ഇല്ലാതെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അബ്രാഞ്ചേട്ടൻ പറഞ്ഞതിന് മറുപടി മാത്രമായിട്ടല്ല, ഞാനത് പറയാൻ വേണ്ടിയിരുന്ന കാര്യമാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾ തള്ളി മറിക്കാന്നാണ് വിചാരിക്കുക. പക്ഷെ ഇതുപോലൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലം നമ്മൾ ബ്രഹ്മഗിരി പോയിട്ടുണ്ട്, ചെമ്പ്രയിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിനൊക്കെ ഉപരി അതിലൊക്കെ ഒരു വ്യത്യസ്തതയാണ്. കാരണം അത് വെറും മല കയറി പോവാണ്. ഇത് ഒരുപാട് ഗുഹകളിലൂടെ, എക്സ്പ്ലോസിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ, നമുക്ക് ഭയാനകമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ മറ്റൊന്നങ്ങനെ മല കയറി അതിന്റെ ടോപ്പിൽ എത്തുക എന്നുള്ളതാണ്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കൂളിംഗ് ആയ ഒരു ഏരിയ. ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതിന് ശേഷം എല്ലാവരും എന്താ വെച്ചാൽ ഈ ഗുണ കേവിലേക്ക് പോവാണ്. ഗുണ കേവ് കാണണം, ഗുണ കേവിന്റെ അഡ്വഞ്ചർ കാണണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളിപ്പോൾ പോയിട്ടൊരു കാര്യമില്ല. ഈ ഗുണ കേവ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിന്റെ പരിസരം വരെ പോകാൻ പറ്റുള്ളൂ. ഈ ഗുണ കേവ് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം ആ ഗുണ കേവ് തന്നെ ആണ് നമ്മൾക്ക് ഇവിടെ. ഇതത്ര പിന്നെ എന്താ പറയുക, ഗുണ കേവ് പോലെ ഒരു സംഭവം ഇവിടെ വരാത്തതുകൊണ്ട്, മഞ്ഞുമ്മൽ ബോയ്സ് വന്ന് വീഴാത്തത് കൊണ്ട് മാത്രം അത്ര ഫേമസ് ആവാത്തത്. അപ്പൊ ഗംഭീരം കാഴ്ച. നിങ്ങൾ വയനാട്ടിലുള്ളവരാണെങ്കിലും വയനാടിന്റെ പുറത്തുള്ളവരാണെങ്കിലും ഈ വരുന്ന വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് അല്ലെ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ഗൈഡ് ആയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, നമ്മൾ 12 മണിക്ക് തുടങ്ങിയല്ല, രാവിലെ 11 മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പൊ 3:45 എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.